അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാറുണ്ട്. സയ്യിദിന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഇയാൾ ഉറക്കം പെടുവോ സയ്യിദിന ചേർത്ത് കൊടുത്താൽ? അതോ ഇയാളെ വീട്ടിൽ പട്ടിണിയാവുമോ സയ്യിദിന ചേർത്ത് കൊടുത്താൽ? അതോ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ വീട്ടുവളപ്പിലെ കെട്ടിയിരിക്കുന്ന ആട്ടുമുട്ടികളോ സയ്യിദിന ചേർത്ത് കൊടുത്താൽ? എന്ത് അധികാരത്തിലാണ് ഇയാൾക്ക് പറയുന്നത്? ഏതൊരാളായിരുന്നാലും അവരംഗീകരിക്കുന്ന നേതാവിനെ കുറിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, അന സയ്യിദു ഉൽദി ആദം, അന സയ്യിദു ഉൽദി ആദം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ലോക ജനതയുടെ സയ്യിദാണ്, ഞാൻ ലോക ജനതയുടെ സയ്യിദാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്, ഞാൻ സയ്യിദാണെന്ന്. എന്താ ഇവര് പറയാനുള്ള മടി? ഇവര് പറയാൻ മടി കാണിക്കുന്ന എന്താണെന്ന് അറിയുമോ? സയ്യിദിന എന്ന പദത്തിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അഇമ്മത്തുകൾ രേഖപ്പെടുത്തുന്നു. എന്താണ് സയ്യിദിന എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവിധ പ്രതിസന്ധി ഘട്ടത്തിലും, എല്ലാവിധ വിഷമഘട്ടത്തിലും, എല്ലാവിധ ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിലും രക്ഷപ്പെടുത്തുവാനുള്ള ആള് ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ബിന്നവാഇബി വശദാഇദി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന നബിയേ, പ്രയാസഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന നബിയേ. ഫയഖൂമു ബിഅംരിഹിം, ആരാണോ നബിയോട് ആവരാധികമായി ചെയ്യുന്നത് അവരുടെ ആവരാധി നബി തങ്ങൾ പരിഗണിക്കുന്നു. വയതഹമ്മദു അൻഹും മകാരിഹഹും, ആരാണോ നബിയെ വിളിച്ച് ബന്ധപ്പെടുന്നത് അവരുടെ പ്രയാസങ്ങൾ ബഹാനായ നബി തങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് വയദ്ഫഉഹാ അൻഹും, അവർക്ക് ആ പ്രയാസങ്ങളെല്ലാം നബി തങ്ങൾ നീക്കിക്കൊടുക്കുന്നു. ഈ ആശയം ഈ മുജാഹിദിനെ വിശ്വസിക്കാൻ വയ്യ. മഹാനായ നബിതങ്ങളെ വിളിക്കാമെന്നും നബിതങ്ങൾ നമ്മുടെ അത്താണിയാണെന്നും നബിതങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുമെന്നും നബിതങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്നും അർത്ഥം വെച്ചുകൊണ്ട് നബിതങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന സയ്യിദു ഉൽദി ആദം യൗമൽ ഖിയാമ വഅന മൻ യൻശഖു അൻഹുൽ ഖബറു വഅവ്വലു സാഫിഇൻ വഅവ്വലു മുസഫ്ഫഇൻ, ഞാൻ നിങ്ങൾക്ക് ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്, ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ആദ്യം എനിക്കാണ്. ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ അവിടാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. അതുകൊണ്ട് ഖിയാമത്ത് നാളിലും അതിൽ നിന്ന് ഈ ലോകത്തും സഹായിക്കുമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു